മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ഓഫീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 10 to 8 ആണ് നമ്മുടെ ടൈമിങ്സ്. അപ്പോൾ 10 ആയപ്പോൾ ഞാൻ ഓഫീസിലെത്തിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു കോഫി ബ്രേക്ക് എടുത്തു. വീക്ക്ലി ട്വൈസ് മാത്രമാണ് നമ്മൾ ഓഫീസിൽ പോവുക, മൺഡേയ്സും ട്യൂസ്ഡേയ്സും. അപ്പോൾ ആ ഒരു വീക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും, വലിയൊരു ടീമാണ് നമ്മൾ, ഒറ്റൊരു ടീമാണെങ്കിൽ പോലും ആ ടീമിൽ കുറേ കുഞ്ഞു കുഞ്ഞു ടീമുകളുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൽ നടക്കുന്ന കാര്യങ്ങളും അപ്ഡേറ്റ്സും ഓരോ ഗോസിപ്സും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു ടീ ബ്രേക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം മിസ്സാക്കാറുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു 10-15 മിനിറ്റ്സ് മാക്സിമം എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സീറ്റിലേക്ക് പോയി അന്നത്തെ എന്തൊക്കെയാണ് ടാസ്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് വർക്ക് ചെയ്യാനുള്ളത്, അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വർക്ക്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരാണ് എൻ്റെ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്. നമ്മൾ ഈ 2K കിഡ്സിൽ കറക്റ്റ് 2K കിഡ്സിൻ്റെ വൈബ് തരുന്ന രണ്ടാൾക്കാരാണ്. ജസ്റ്റ് കോളേജ് പാസ് ഔട്ട്, ഫസ്റ്റ് കോർപ്പറേറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ടാൾക്കാർ. പക്ഷേ നമ്മൾ 90s കൂടെ അവർ നല്ലോണം മിങ്കിളായി പോവുകയും ചെയ്യും. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് സിറ്റിയിൽ പോയി. ഇത് ഞങ്ങളുടെ പുതിയ ഓഫീസ് ബിൽഡിംഗ് ആണ്. സ്മാർട്ട് സിറ്റിയിൽ നമുക്കൊരു ഓഫീസുണ്ട്. അവിടെ കുറച്ചും കൂടെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നടക്കണമെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്മാർട്ട് സിറ്റിയിലെത്തി. ഞാനിന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ 65 ബിരിയാണിയാണ്, ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു. നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ളൊരു ഫുഡാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ ഓഫീസിലെത്തി. ഞാൻ 4th ഫ്ലോറിലായിരുന്നു ഇരുന്നത്. അപ്പോൾ 5th ഫ്ലോറിൽ നമ്മുടെ ബാക്കി ടീം മെമ്പേഴ്സിനൊക്കെ ഒന്ന് കാണാൻ പോയി, എല്ലാവരോടും സംസാരിച്ചു, അന്നത്തെ ഓരോ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്ത് വീണ്ടും ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്ന് എൻ്റെ ബാക്കി വർക്കിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ടൊരു ഈവനിങ് ആയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അടുത്തൊരു ചായ ബ്രേക്ക്. ഞാൻ ഇവയിലിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു 6 months ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു 6 months കൊണ്ട് കുറേ നല്ല ആൾക്കാർ, കുറേ നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും ആയിരിക്കില്ല ഇവിടെ, അതൊന്നും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ആൾക്കാർ എൻ്റെ ചുറ്റും ഉള്ളത് കൊണ്ട് ഒരു ഫ്രണ്ട്സ് എന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ഫാമിലി പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുക. എല്ലാ ദിവസവും മൺഡേ ട്യൂസ്ഡേ ഓഫീസിൽ വരാനുള്ള ഒരു മോട്ടിവേഷൻ ഈ ആൾക്കാരൊക്കെയാണ്. നമ്മൾ വന്നിരുന്ന് ഫുഡ് കഴിക്കുക, എല്ലാവരോടും സംസാരിക്കുക, കുറേ വിശേഷങ്ങളൊക്കെ പറയാം. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് വന്ന് ഇരുന്ന് സീറ്റിൽ നമ്മളുടെ പ്രോപ്പർ വർക്കുകൾ, പിന്നെ ഇവർ തമ്മിലുള്ള കുറേ കോൺവെർസേഷൻസ്, അവരുടെ തമ്മിലുള്ള കുറേ ഫണ്ണി മൊമെൻറ്റ്സ്, ഇതൊക്കെ എല്ലായ്പ്പോഴും നമ്മൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്ക് ആ ഒരു ബോറടിക്കാത്തൊരു, നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എപ്പോഴും ഇവർ. അത് കഴിഞ്ഞിട്ടൊരു 8:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് പകുതി ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫീസ് ക്യാബ് ഉണ്ടെങ്കിലും ഞാൻ യൂഷ്വലി ഊബറോ ക്യാബോ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ ഞാൻ എൻ്റെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് ക്യാബും ബുക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി. എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞ്, പ്രണവനോടും ബായ് ഒക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഇറങ്ങി. ഇന്ന് ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് റാൻഡംലി ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ് മാത്രം വെച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ഓഫീസാണ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നടക്കുക. ഇന്ന് നല്ല വെതറും ആയിരുന്നു. മൊത്തത്തിലൊരു ഹാപ്പി എൻഡിങ് ഡേ ആയിരുന്നു.